എന്ത് പറ്റിയത്? ഇതിനെന്ന് വെച്ചാൽ നമ്മളെ ഈ യൂട്രസിനകത്തൊരു മുഴ വളർന്നു വന്നു. ഇത് പിന്നെ ഫീമെയിൽ ഡോഗാണ്. അതെ, നമുക്ക് വൈകാരികമായിട്ട് അവരുടെ അടുത്ത് അത്രയ്ക്ക് അടുപ്പമുണ്ട്. നമ്മളെ കൈ കിടന്നാണ് മരിച്ചതെന്നല്ല. എൻ്റെ മക്കളാണൊക്കെയാണ് വളർത്തിയത്. ഭയങ്കര വിഷമമായി. 11 വർഷം നിഴല് പോലെ കൂടെ ഉണ്ടായിരുന്ന ഒരു നായയാണ് നഷ്ടപ്പെട്ടത്. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ പുനലൂരാണ്. കൊല്ലം റൂറൽ പോലീസിലെ ഏറ്റവും മിടുക്കിയായ നായയായിരുന്ന അന്നയാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. അന്നയുടെ സംസ്കാര ചടങ്ങുകളാണ് എനിക്ക് പിന്നിൽ നടന്നത്. ഇവിടുത്തെ പോലീസുകാരെല്ലാം വലിയ വിഷമത്തിലാണ്. മനുഷ്യനെക്കാട്ടി സ്നേഹമായിരുന്നല്ലേ? മനുഷ്യനെക്കാട്ടി സ്നേഹം. ഇത്രയും എല്ലാ സാർമാർക്കും എല്ലാവർക്കും പ്രിയപ്പെട്ട ആളായിരുന്നല്ലേ? എല്ലാവർക്കും പ്രിയപ്പെട്ടുള്ള എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി നമ്മൾ നോക്കിയിട്ട് തിരിച്ചു വരുമെന്ന് വലിയ പ്രതീക്ഷയായിരുന്നല്ലേ? അതങ്ങനെ തന്നെ. അതിൻ്റെ നിൽക്കാൻ എല്ലാവരും സാറന്മാരും എല്ലാവരും അതിൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു. ചെയ്യാവുന്നതെല്ലാം നമ്മൾ ചെയ്തു. പിന്നെ ദൈവത്തിൻ്റെ വിധി. ഒരു 3-4 ദിവസം മുമ്പ് ഭയങ്കര ക്ഷീണമായി. അങ്ങനെ നമ്മളെ പിന്നെ തേവള്ളി വെറ്റിനറി ഹോസ്പിറ്റലിലെ സജയൻ ഡോക്ടർ, മെയിൻ ഡോക്ടർ, പുള്ളിയെ കൊണ്ട് കാണിച്ച് പുള്ളി പറഞ്ഞ് ഇത് റിമൂവ് വേണം. അപ്പോൾ ഭയങ്കര ക്ഷീണമായി. അങ്ങനെ ഞങ്ങൾ തേവള്ളി കൊണ്ടുപോയി ഡോക്ടർ നോക്കി. അങ്ങനെ ഇന്നലെ രാത്രി 10 വരെ ആയപ്പം സർജറി നടത്തി. സർജറി കഴിഞ്ഞ് ഡോഗ് എണീറ്റ് ഇത് സർജറി കഴിഞ്ഞപ്പോഴേ തിരിച്ചു വരുമെന്ന് വിചാരിച്ചത്. പക്ഷേ പെട്ടെന്ന് അറ്റാക്ക് പോലെ വന്ന് ഡോഗ് മനുഷ്യനുണ്ടാകുന്ന കണക്ക് തന്നെ ടെൻഷൻ അടിച്ച് 4-5 പിന്നെ കേസുകൾ പിടിച്ച ഡോഗാണ്. ഇവിടെ തന്നെ നമ്മൾ പുനലൂർ തന്നെ 4-5 കേസുകൾ പിടിച്ച ഡോഗാണ്. ട്രാക്കർ ഇനമെന്ന് പറയാം. അതായത് പിന്നെ കൊലപാതകം, പിന്നെ മോഷണം, അങ്ങനെയുള്ള കേസുകൾ പിടിക്കുന്നത്. ഒരുപാട് കേസുകൾ തെളിയിച്ച മികവുറ്റ ഒരു ഡോഗായിരുന്നു അന്ന. ഗർഭാശയത്തിലൊരു മുഴ വന്നതാണ് കാരണം. ചികിത്സ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. ഒടുവിൽ അന്ന മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഇവിടുത്തെ ഇവരെല്ലാം വലിയ വിഷമത്തിലാണ്. നമ്മുടെ ഒരു കുടുംബാംഗത്തെ നഷ്ടപ്പെട്ട വേദനയിലാണ് ഇവിടുത്തെ പോലീസ് സുഹൃത്തുക്കളെല്ലാം. 3 മാസം പ്രായപ്പോൾ ഉള്ളപ്പം ഈ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നതാണ്.